axonal degeneration വരും. So ഈ രണ്ട് ഡീവാലിനേഷനും ആക്സോണൽ ഡീജനറേഷൻ ആണ് ടു മെയിൻ തിങ്സ് ഡയബറ്റിസിൽ വരുന്നത്. This searching not able to go forward. ഈ IWGDF ഗൈഡ്ലൈൻസ് 4 കൊല്ലത്തിലൊരിക്കൽ അവർ ഉണ്ടാക്കും. ഇത് I was fortunate enough to be ഇൻഫെക്ഷനിൽ 2015 പിന്നെ 2019 ഓഫ്ലോഡിങ് ആൻഡ് 2023 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എന്നെ ഓഫ്ലോഡിങ് ഗൈഡ്ലൈൻസിലിട്ടു. പിന്നെ വൂണ്ട് ഹീലിംഗ് ഗൈഡ്ലൈൻസിലും ഇട്ടു. ഈ IWGDF ഗൈഡ്ലൈൻസ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. IWGDF guidelines.org IWGDF guidelines.org നിങ്ങൾ ടൈപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ഓഫ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ്ലോഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാണിച്ചു തരാം. ഈ പ്രഷർ കുറയ്ക്കണം. നമുക്ക് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാം, ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഓഫ്ലോഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്നെ ഈ അമേരിക്കൻ, ഇയാൾ ഡെൻമാർക്കിൽ നിന്നാണ്, ഇയാൾ സ്വീഡനിൽ നിന്നാണ്, ഇയാൾ അമേരിക്കയിലാണ്, ഇത് ഓസ്ട്രേലിയയിലാണ്, ഇത് നെതർലൻഡ്സ്. ഇവരുടെ കൂടെ എന്നെ ഇട്ടിട്ട് അവര് ഈ ഗൈഡ്ലൈൻസ് വൺസ് ഇൻ 4 years അവര് ഉണ്ടാക്കുകയാണ്. നോട്ട് ഏബിൾ ടു മൂവ് ഇറ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഈ ഓഫ്ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ CLRI അത് ചെന്നൈയിലാണ്, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CFTI സെൻട്രൽ ഫുട്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരുടെ കൂടെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെരുപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ബിക്കോസ് ഈ തമിഴ്നാട്ടില് ഈ ചെരുപ്പ് MCR ചപ്പൽ എന്ന് പറയും, ആയിട്ട് നടന്ന ഇങ്ങനത്തെ ചെരുപ്പാണ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. MCR ചപ്പൽ തമിഴ്നാട്ടിലും നിറയെ സ്ഥലത്തും, ഇത് മരത്ത് നോർത്ത് ഇന്ത്യയിലും രാജസ്ഥാനിലൊക്കെ പോയാൽ നിറയെ സ്റ്റൈലിഷ് ഫുട്വെയർ കാണും. പക്ഷെ ഇങ്ങനത്തെ ഫുട്വെയർ ഇട്ടാൽ യൂറോപ്പത്തി കാലിന് നരമ്പ് പ്രോബ്ലം ഉള്ളത്, സെൻസേഷൻ കുറവുള്ള ആൾക്ക് ഇട്ടാൽ അവർക്ക് ഡെഫിനറ്റ്ലി ഇത് കാലിൽ ഇൻഫെക്ഷൻ ആൾസോ വരും. സോ ടു മൂവ് ഇറ്റ് ലിറ്ററലി. സോ ഇത് നമ്മൾ ഈ MCR ഫുട്വെയർ ഉണ്ടാക്കാൻ തുടങ്ങി ആദ്യം 1991. പിന്നെ നമ്മൾ മാറി ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ തുടങ്ങി. സോളും ഇൻസോളും MCR ചോട്ടിൽ മാത്രം, മുകളിൽ സോള്. സോ ഇത് ചെരുപ്പ് മോർ ആക്സെപ്റ്റബിൾ ആണ്. ആൻഡ് ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ഈ ഫുട്വെയർ സെന്റർ തുടങ്ങി. ഫുട്വെയർ സെന്ററിൽ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വി മേക്ക് ഫുട്വെയർ. സോ ആദ്യം അവർ ചോട്ടിലിരുന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഒരു സ്വിങ് മെഷീൻ മേടിക്കുകയാണ്. സ്വിങ് മെഷീനിൽ ഒരു ചെരുപ്പ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഈ ചെരുപ്പ് ഉണ്ടാക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫുട്വെയർ ആണ്. ഡയബറ്റിക് ഫുട്വെയർ എന്ന് പറഞ്ഞാൽ അത് ഈ കൗണ്ടർ ഉണ്ടാവും, ബാക്കിൽ സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ മുമ്പിൽ ഈ വെൽക്രോ അപ്പർ ഉണ്ടാവും. ഈ ടോ ബോക്സ് വൈഡ് ആയിരിക്കണം. ടോ ബോക്സ് വൈഡ് ആയിരിക്കണം. ഇതാണ് ഈ ഒരു ഡയബറ്റിക് ഫുട്വെയർ ഉണ്ടാക്കുന്ന ഡയബറ്റിക് ഫുട്വെയറിന്റെ ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ്. സോ ഒരു കൗണ്ടർ ഉണ്ടാവണം ഷൂ മാതിരി, സോ ദാറ്റ് ഫുട്ട് വിൽ നോട്ട് സ്ലിപ്പ് ഔട്ട്. ഈ അപ്പർ കുറച്ച് അഡ്ജസ്റ്റബിൾ ആക്കണം, ബിക്കോസ് വൈകുന്നേരമാകുമ്പോൾ സ്വെല്ലിങ് വരും. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഇൻസോള് സോഫ്റ്റ് ആയിരിക്കണം. ഈ ഔട്ടർ സോള് സ്റ്റിഫ് ആയിരിക്കും. നമ്മൾ ബെൻഡ് ചെയ്യാൻ പാടില്ല, ബെൻഡാവാൻ പാടില്ല. ഈ റീബോക്ക് ഷൂസ് ഒക്കെ എടുത്ത് കയ്യിൽ, നൈക്കി ഷൂസ് ഒക്കെ എടുത്താൽ ബെൻഡ് ചെയ്യാൻ നോക്കി ബെൻഡ് ചെയ്യില്ല. അതേമാതിരത്തെ ഇൻസോൾ വേണം, ഔട്ടർ സോൾ അങ്ങനത്തെ ഔട്ടർ സോൾ വേണം. പക്ഷെ ബെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹവായ് ചപ്പൽ എടുത്താൽ ബെൻഡ് ചെയ്യാൻ പറ്റും, 360 ഡിഗ്രീസ് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനത്തെ ഫുട്വെയർ അല്ലാതെ. സോ നമ്മൾ എന്ത് വെച്ചാൽ ഈ CFTI സെൻട്രൽ ഫുട്വെയർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ സ്റ്റൈലിഷ് ഫുട്വെയർ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ആമസോണിൽ കിട്ടും. ഇത് നിങ്ങൾ ഓർഡർ ചെയ്യാം. എന്താ സൈസ് വേണ്ടത് വെച്ചാൽ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ കാലിൻ്റെ സൈസ് മെഷർ ചെയ്തിട്ട് ഇത് ഇങ്ങനത്തെ സ്റ്റൈലിഷ് ഫുട്വെയർ
അമേസോണിൽ ഓർഡർ ചെയ്യാം. പക്ഷെ ചിലവർക്ക് ഈ ഷാർക്കോ ഫുഡൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ, വിരല് അടങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ടോട്ടൽ കോൺടാക്ട് കാസ്റ്റ് TCC അത് നമ്മൾ യൂസ് ചെയ്യണം. മറ്റേ ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ്ലി നമ്മൾ ഈ ഓഫ് ലോഡിങ് ഡിവൈസ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ റിലീസ് ചെയ്തു. ഇത് യൂറോപ്പിനെ ഇമ്പോർട്ട് ചെയ്യാൻ 14,000 റുപ്പീസാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി, ജസ്റ്റ് ലൈക്ക് ദി ഇന്റർനാഷണൽ വെറൈറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കി. ഇത് 3,000 റുപ്പീസിന് ഉണ്ടാക്കി. ഇത് എക്സാക്ട്ലി സിമിലർ ടു ദി ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ആൻഡ് നമ്മൾ റിസൾട്ട്സും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അൾസറുള്ള ഒരു പേഷ്യൻ്റെ ബേസ് ലൈനിൽ ഫോളോ അപ്പിൽ ഇങ്ങനെ അൾസറേഴ്സ് കുറഞ്ഞു ഈ സർജി ബൂട്ട് യൂസ് ചെയ്തിട്ട്. ഈ സർജി ബൂട്ട് ഇനിയൊരു 20 പേർക്ക് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൂണ്ട് സൈസ് നോക്കിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും മെഡിക്കൽ ജേർണലിൽ. എന്നിട്ട് അത് മാസ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. സോ ഇത് കാലിനെ പറ്റിയുള്ളത്, കാലിനെ പറ്റി എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് സെൻസേഷൻ കുറയും, രണ്ടാമത് ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഞാൻ ഫുള്ളായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, പക്ഷേ ദിസ് ടു ഗിവ് യു എ ബേർഡ്സ് ഐ വ്യൂ. ഐ വാണ്ട് ടു മോർ ഇൻട്രാക്ഷനാണ് നല്ലത്. സോ അതുകൊണ്ട് വി വിൽ ഇൻട്രാക്ട് മോർ. ആൻഡ് ഈ ന്യൂറോപ്പത്തിയും ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളപ്പോൾ ഓഫ് ലോഡിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം. എല്ലാം ട്രീറ്റ് ചെയ്താൽ നമുക്ക് കാലെടുക്കാണ്ടിരിക്കാൻ ചാൻസസ് കൂടുതലാണ്. Sripriya, any questions I can take now? Yes, sir. Yeah, I don't know, full screen. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചോട്ടെ, നോ പ്രോബ്ലം. You can unmute yourself and ചോദിക്കാം. ഹലോ സർ. ചോദിച്ചോളൂ. സർ, യൂഷ്വലി നമ്മൾ ഈ ഡയബറ്റിക് അൺകൺട്രോൾഡ് ഡയബറ്റീസിലാണല്ലോ ഈ ന്യൂറോപ്പത്തിയൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. സോ ആസ് എ പ്രിക്കോഷൻ, വാട്ട് ആർ ദ വാർണിംഗ് സൈൻസ് വി ക്യാൻ ടെൽ അവർ പേഷ്യൻസ്? വാർണിംഗ് സൈൻസ് അവര് പേഷ്യൻസ് പറയണത് നംനെസ് ആണ്. നംനെസ്, ഈ സ്മോൾ ഫൈബർ ലാർജ് ഫൈബറിനുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഈ സ്മോൾ ഫൈബർ ന്യൂറോപ്പത്തി, ലാർജ് ഫൈബർ ന്യൂറോപ്പത്തി. ഈ സ്മോൾ ഫൈബർ ന്യൂറോപ്പത്തി ആദ്യം വരും. അത് ഈ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്താ, പെയിൻ സെൻസേഷൻ ടെസ്റ്റ് ചെയ്താ അറിയാൻ പറ്റും. സോ അതുകൊണ്ട് സ്മോൾ ഫൈബർ ന്യൂറോപ്പത്തി, കാലില് ബേണിംഗ് സെൻസേഷൻ, പ്രിക്കിംഗ് ഫീലിംഗ്, നംനെസ് ഒക്കെ ഉണ്ടാവും. ലാർജ് ഫൈബറിൽ അതൊന്നും അധികം ഉണ്ടാവില്ല. അവർ വീഴും, അവർക്ക് സ്റ്റെബിലിറ്റി കുറയും. അതാണ് ലാർജ് ഫൈബർ. സോ ഇതൊക്കെയാണ് ന്യൂറോപ്പത്തിയുടെ സിംറ്റംസ്. പക്ഷെ മെയിനായിട്ട് പേഷ്യൻസ് പറയണത് നംനെസ്സും ആൻഡ് ഈ പ്രിക്കിംഗ് സെൻസേഷൻ, ബേണിംഗ് സെൻസേഷൻ ഇതാണ് പറയുന്നത്. What is the question? Okay. Does diabetic patient with varicose vein have any further complication? ഈ varicose vein എന്ന് പറയുന്നത് it's a totally different entity. ഈ ബ്ലഡ് വെസൽസ് മോളിൽ ചോട്ടിലേക്ക് വരുന്നതാണ് ആർട്ടറി. ചോട്ടിൽ നിന്ന് മുകളിലേക്ക് പോകണതാണ് വെയിൻസ്. സോ varicose veins ഉണ്ടെങ്കിൽ അത് ഡയബറ്റിക് പേഷ്യൻറ്റിൽ യു ടു ബി മോർ കെയർഫുൾ. അൾസർ വരും, അൾസർ ഹീൽ ചെയ്യില്ല. സോ അൾസർ വരാനുള്ള ചാൻസസ് അധികമാണ്. വെരിക്കോസ് അൾസർ, വീനസ് അൾസർ എന്ന് പറയും, അത് ചാൻസസ് കൂടുതലാണ് ഡയബറ്റിക് പേഷ്യൻറ്റിന്. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വിധം മറ്റേറെമാതിരി തന്നെയാണ്, ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളുടെ മാതിരി തന്നെയാണ്. നമ്മളിപ്പോ ഈ ഡയബറ്റിക്കിന് അധികം ആൾക്കാർക്കും ഡയബറ്റിക് ഫുഡ് വന്നതിന് ശേഷമല്ലേ നമ്മള് ഈ ചെപ്പൽസ് നമ്മൾ സജസ്റ്റ് ചെയ്യണം, ഫുഡ് വെയേഴ്സ്. അപ്പോ അത് പ്രിക്കോഷൻ സൈഡില് നമുക്ക് ഇങ്ങനെ ഫുഡ് വെയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? സോ ഈ ഡയബറ്റിക് ഫുട്വെയർ എന്ന് പറയുന്നത് ഓഫ് ലോഡിങ്, അത് അൾസർ ഉണ്ടെങ്കിൽ എന്തേലും വേണം, അല്ലെങ്കിൽ അത് ഉണങ്ങില്ല. ആ ഒരു പിക്ചറിൽ കണ്ടില്ലേ, അതേമാതിരി. രണ്ടാമത് വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. സോ വരാണ്ടിരിക്കാൻ ന്യൂറോപ്പത്തിയുള്ള ആൾക്കാർക്ക് ദേ ഹാവ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് ജോയിന്റ് മൊബിലിറ്റി എന്ന് പറയും. അത് ലിമിറ്റഡ് ജോയിന്റ് മൊബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഒരു ചെറിയ വിരലെടുത്തിട്ട് വലിയ വിരലെടുത്തിട്ട് ചുവട്ടില് കാലില് വലിയ വിരലെടുത്തിട്ട് ഒന്ന് നമ്മൾ ബെൻഡ് ചെയ്താൽ മതി ബാക്ക്വേർഡ്സ്, മടങ്ങില്ല. സോ അതിന് ഹാലക്സ് റിജിഡസ് എന്ന് പറയും. സോ അത് ഉണ്ടെങ്കിൽ അൾസറേഷൻ മോർ കോമൺ ആണ്. ഈ ഫസ്റ്റ് അൾസർ വരാണ്ടിരിക്കണം. സോ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണം പേഷ്യന്റിനെ. വന്നു കഴിഞ്ഞിട്ടുള്ള അൾസർ വേറെ വിധത്തിൽ ട്രീറ്റ് ചെയ്യണം, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. വരാണ്ടിരിക്കാൻ നമ്മൾ വല്ലതും ചെയ്യണം. സോ ഡയബറ്റീസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു 46% ആൾക്ക് ന്യൂറോപ്പത്തി ഉണ്ട്. 46% നമ്മുടെ സ്റ്റഡീസ് കാണിക്കുന്നത്. പ്രീ ഡയബറ്റീസിൽ 19.7% ന്യൂറോപ്പത്തി ഉണ്ട് പ്രീ ഡയബറ്റീസിന്. സോ Sharon Thomas's question, when we should screen as early as possible. You should screen. നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ സ്ക്രീൻ ചെയ്ത് കുറച്ച് ലേറ്റ് ആണ്. ഡയബറ്റീസ് മുമ്പ് തന്നെ സ്ക്രീൻ ചെയ്താൽ, ഡയബറ്റീസ് പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്ത സ്ക്രീൻ ചെയ്താൽ നമുക്ക് ന്യൂറോപ്പത്തി കണ്ടുപിടിക്കാൻ പറ്റും. സോ ടെസ്റ്റ് ചെയ്യണത് അങ്ങനെ ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഡയബറ്റീസ് ഒന്ന് കണ്ടുപിടിച്ച ഉടനെ ടെസ്റ്റ് ചെയ്യണം, ഡയബറ്റീസിന് മുമ്പും ടെസ്റ്റ് ചെയ്യണം. So that is the answer which I have to give. Yadala question do. Sir, നമുക്ക് ഇവിടെ കുറച്ച് dietitians also present. അപ്പൊ what is from the dietitian side? നമ്മൾ നോക്കേണ്ട prevention steps and what we can suggest patients. The educator, dietitian educator, ഡയറ്റിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ. ഡയറ്റിനെ പറ്റി പറഞ്ഞാൽ ആൾക്കാർ ഫോളോ ചെയ്യും. അവരുടെ ഷുഗർ ഒരുമാതിരി കൺട്രോൾ ആവും, HbA1c ഒക്കെ നോർമലാവും. പക്ഷേ ഈ ഫുഡ്, ഹാർട്ട്, കിഡ്നി, കണ്ണ് സ്ക്രീനിങ് നിങ്ങൾ പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ. ഡോക്ടേഴ്സിന് സമയം കിട്ടില്ല. സോ മിക്കവാറും നിങ്ങളുടെ അടുത്താണ് അധികം ടൈം സ്പെൻഡ് ചെയ്യുക. സോ നിങ്ങളാണ് ബ്ലഡ് ഷുഗർ മോണിറ്ററിങ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഹോസ്പിറ്റലിലെ മാതിരി വി ഹാവ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഈ സ്ക്രീനിങ്ങിന്. റെറ്റിനോപ്പതി സ്ക്രീനിങ്, ന്യൂറോപ്പതി സ്ക്രീനിങ്, അത് കാണിച്ചു കൊടുക്കണം. രണ്ടാമത് ബ്ലഡ് ഷുഗർ ടെസ്റ്റിംഗ് കാണിച്ചു കൊടുക്കണം. ഇൻസുലിൻ ശരിക്കാണോ എടുക്കണേ കണ്ടുപിടിക്കണം. സോ ഈ ഡയറ്റ് മാത്രം പറഞ്ഞാൽ പോരാ, കോൺസെപ്റ്റ് മാറി തുടങ്ങി. ഡയബറ്റീസ് അഡ്വക്കേറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് യു ട്രൈ ടു ടീച്ച് പീപ്പിൾ ഹൗ ടു ടെസ്റ്റ് എ ബ്ലഡ് ഷുഗർ. ഇൻസുലിൻ എടുക്കണ്ടേ. നിറയെ പേർക്ക് ഇൻസുലിൻ കുറെ കൊല്ലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ ശരിക്കുള്ള മെത്തേഡിൽ എടുക്കില്ല. സോ അതുകൊണ്ട് ഐ തിങ്ക് യു ഹാവ് ടു ടീച്ച് ദം ഹൗ ടു ടേക്ക് ഇൻസുലിൻ. ഇൻസുലിൻ എങ്ങനെ എടുക്കണ്ടേ, ബ്ലഡ് ഷുഗർ ഏതാ നോക്കണ്ടേ, രാത്രിയിൽ, കാലത്തെ, ഉച്ചയ്ക്ക് മാറി മാറി നോക്കണം. ഒരേ ദിവസം തന്നെ എല്ലാം 10 ബ്ലഡ് ഷുഗർ നോക്കുകയല്ല, വേറെ വേറെ സമയത്ത് നോക്കാൻ പറയണം. സോ അതൊക്കെ നിങ്ങളുടെ ഡയറ്റീഷ്യന് ജോലിയാണ്. നമ്മൾ പറയും അത് ഫോളോ ചെയ്യും. പക്ഷെ ഡയറ്റീഷ്യന്റെ ജോലി വെറും ഡയറ്റ് മാത്രമല്ല, യു ആർ ഡയബറ്റീസ് അഡ്വക്കേറ്റ്സ്. സോ അതുകൊണ്ട് നിങ്ങൾ കാലിനെ പറ്റി പറഞ്ഞു നോക്കണം. നിങ്ങൾ പഠിക്കണം. സോ ഡോക്ടർ ശ്രീപ്രിയ ചെയ്യണത് ആൻഡ് ഈ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറം ചെയ്യുന്നത്, ഇറ്റ്സ് എ റിയൽ റിമാർക്കബിൾ തിങ്. ഇത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് യു ഷുഡ് ടീച്ച് എവറിത്തിങ് ടു ദി ഡയറ്റീഷ്യൻസ്. എന്താ ക്വസ്റ്റ്യൻ? വായിച്ചില്ല. ന്യൂറോപ്പത്തി ആൻഡ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ്? സോ ഈ ന്യൂറോപ്പത്തിയിൽ സ്കിൻ പ്രോബ്ലംസ് വരാം, സെൻസേഷൻ കുറവ് വരാം, അൾസറേഷൻ വരാം, നിറയെ സംഗതികൾ വരാം. ഈ ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് ഈ ഡ്രൈനെസ് കൊണ്ട് ഡിസ്കളറേഷൻ വരും. ഈ ന്യൂറോപ്പത്തിയിൽ ഓട്ടോണമിക് ന്യൂറോപ്പത്തി എന്ന് പറയും. അതുണ്ടെങ്കിൽ സ്വെറ്റിംഗ് കുറയും, ക്രാക്സ് വരും കാലില്, എന്നിട്ട് കളർ മാറി തുടങ്ങും. സോ അതുകൊണ്ട് ദിവസവും രാത്രി ഒരു എമോളിയൻ്റ്, ഒരു നല്ല ക്രീം തേക്കണം എല്ലാ പേഷ്യൻസും, ഡയബറ്റീസ് ഉള്ളവരും. അത് ആരാ പറഞ്ഞു കൊടുക്കണ്ടേ? അത് വൺസ് അഗെയിൻ ഡയറ്റീഷ്യൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഡയറ്റീഷ്യൻസ് ആണ് പറഞ്ഞു കൊടുക്കണ്ടേ. സോ നിങ്ങൾ ഡയറ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ.
മില്ലറ്റ് കഴിക്കണം, ഇത് കഴിക്കണം, അത് കഴിക്കണം, എല്ലാം പറഞ്ഞോളൂ, പറയണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഫുഡിനെ പറ്റി കുറച്ച് നിങ്ങൾ വേണം പറഞ്ഞോളുന്നുണ്ടേ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ 10 പേരുണ്ട്, നമ്മുടെ റായപുരം ഹോസ്പിറ്റലില്. ശ്രീപ്രിയ ഉള്ളപ്പോ 5 പേരുണ്ട്, അതിലുള്ളതുകൊണ്ട് ഇപ്പൊ 10 പേരുണ്ട്. 10 പേരും എഡ്യൂക്കേറ്റേഴ്സ് ആണ്. We have called them diabetes advocates, educators. Dietitians are basically BSc, MSc diet qualification. Shavare, they teach about monitoring, they teach about, because it's connected. It's connected. ഏത് വിധത്തിലാണ് അത് കണക്റ്റഡ് അല്ലാത്തത്? നിങ്ങൾ ദോശയെ പറ്റി പറഞ്ഞോളൂ, ഇഡ്ഡലിയെ പറ്റി പറഞ്ഞോളൂ, പൊങ്കലിനെ പറ്റി പറഞ്ഞോളൂ, പക്ഷെ മില്ലറ്റിനെ പറ്റി പറഞ്ഞോളൂ. പക്ഷേ ഡോണ്ട് ഫർഗെറ്റ് ദി പേഷ്യൻ്റ് ആസ് എ ഹോൾ. പേഷ്യൻ്റ് ആസ് എ ഹോൾ എടുത്തിട്ട് നിങ്ങൾ കണ്ണിനെ പറ്റി, കാലിനെ പറ്റി ഒരു 5 മിനിറ്റ് എടുക്കും എക്സ്ട്രാ. പക്ഷെ അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഡയറ്റിൽ നിങ്ങൾ 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുള്ളൂ. പ്ലേറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പക്ഷെ 5 മിനിറ്റ് നിങ്ങൾ മറ്റതിനെ പറ്റി സംസാരിക്കണം. എന്നാലേ നിങ്ങളുടെ ഡയബറ്റോളജിസ്റ്റ്, നിങ്ങളുടെ ഫിസിഷ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓസ്റ്റിയോമൈലൈറ്റിസോ പറയണോ? ഗിവ് എ ബ്രീഫ് ഓൺ ഓസ്റ്റിയോമൈലൈറ്റിസ്. ഈ സപ്പോസിങ് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കൂടി വന്നാൽ അത് ഉള്ളിലേക്കാണ് ഇൻഫെക്ഷൻ പോണത്. ഉള്ളിലേക്ക് സ്കിന്നിന്ന് ഉള്ളിലേക്കാണ് പോണത്. സോ ഉള്ളിൽ എന്താ ഉള്ളത്? എല്ല്. സോ ബോൺസ്. ഈ മെറ്റടാർസൽ ഹെഡ് അവിടെ ഉണ്ട്, ചോട്ടില്. ഇത് മെറ്റകാർപ്പല്, ഇത് മെറ്റടാർസൽ, ചോട്ടില് മെറ്റടാർസൽ എന്ന് പറയും. അതിനകത്ത് ഇൻഫെക്ഷൻ കയറുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ഓസ്റ്റിയോമൈലൈറ്റിസ്. ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ, മൈലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ. സോ ഇൻഫെക്ഷൻ ഓഫ് ദ ബോൺ ഇസ് കോൾഡ് ഓസ്റ്റിയോമൈലൈറ്റിസ്. അത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചിക്കൻ സോസേജ് സൈൻ എന്ന് പറയും. സോസേജ് മാതിരി ഉണ്ടാവും വലിയതായിട്ട്. സോ അതുകൊണ്ട് സോസേജ് സൈൻ ഉണ്ടെങ്കിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടെന്ന് അർത്ഥം. രണ്ടാമത് ഒരു എക്സ്റേ എടുക്കുകയാണെങ്കിൽ, ഓർഡിനറി MRI ഒന്നും വേണ്ട, ഒരു ഓർഡിനറി എക്സ്റേ എടുക്കുകയാണെങ്കിൽ എല്ല് എഫക്റ്റഡ് ആയിട്ട് അറിയാൻ പറ്റും. ഓസ്റ്റിയോമൈലൈറ്റിസിൽ നമ്മൾ വിരലെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എഫക്റ്റഡ് ബോൺ മാത്രം എടുത്താൽ മതി. സെക്വസ്ട്രക്റ്റീവ് എന്ന് പറയും. ഇന്നും കൂടി ഒരു പേഷ്യന്റ് ഇവിടെ വന്നു ഓസ്റ്റിയോമൈലൈറ്റിസ് ആയിട്ട്. നമ്മൾ വിരൽ മുറിച്ചു കളിയില്ല, നമ്മള് ഇത് ചെയ്യുള്ളൂ. വേറെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ? Any question? One more question, sir. On what period diabetic patients should check for these all? Neuropathy, retinopathy, 6 months or Frequency. Yeah, so it depends, sir. So retinopathy, neuropathy ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടത് once in 6 months ആണ്. ഫുഡ് അൾസർ വന്നു കഴിഞ്ഞാൽ once in 3 months ചെക്ക് ചെയ്യണം. ന്യൂറോപ്പത്തി ഇല്ല, റെറ്റിനോപ്പത്തി ഇല്ല, ഒന്നുമില്ലെങ്കിൽ once in a year നോക്കിയാൽ മതി. Once a year. So once a year, 6 months, once in 3 months. Once in 3 months if there is any infection. In the question, to treat neuropathy apart from carrying on the feet. In neuropathy ki treatment illa. There is no treatment for neuropathy. In neuropathy varandrikkana treatment. That main. So ന്യൂറോപ്പത്തിക്ക് ട്രീറ്റ്മെന്റ് അത് നിറയെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നത്തിങ് ഹാസ് ബീൻ ഷോൺ ടു ബി ഇഫക്റ്റീവ്. അതുകൊണ്ട് ന്യൂറോപ്പത്തി പ്രിവെന്റ് ചെയ്യാൻ ഷുഗർ ആദ്യം തന്നെ കണ്ടുപിടിച്ച്, ഡയബറ്റീസിന് മുമ്പ് പ്രീ ഡയബറ്റീസ് സ്റ്റേജ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് മെയിൻ തിങ്. കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ. ഒരു 30% പേഷ്യൻസിന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ന്യൂറോപ്പത്തി, റെറ്റിനോപ്പത്തി ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ progression അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ. You can only prevent progression. You cannot reverse it. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. കിഡ്നി മൈക്രോആൽബുമിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ റിവേഴ്സ് ചെയ്യുന്നത് ഭയങ്കര വിഷമാണ്.
You have to have super controller, 6%. ഈ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയണൊക്കെ വെറുതെയാണ്. ഒരിക്കൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ വന്നതാണ്. സോ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്ന ആൾക്കാരെ പറ്റിക്കാനുള്ള ആൾക്കാരെ പൈസ ഉണ്ടാക്കണ ഒരു സംഗതിയാണ്. റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് ഇല്ല, അങ്ങനെ ഒരു ടേം ഇല്ല. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നിറയെ കാണും, ഞാൻ റിവേഴ്സ് തരാം ഈ ഇത്രയും കാശിന്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. റെമിഷൻ പറ്റും. ഒരു ഡയബറ്റീസ് പേഷ്യന്റ് മരുന്നില്ലാണ്ട്, ഇൻസുലിൻ ടാബ്ലറ്റും ഇല്ലാണ്ട് ഡയറ്റ് കൺട്രോളിൽ എക്സസൈസ് മാത്രം കൺട്രോൾ, ഇറ്റ്സ് കോൾഡ് റെമിഷൻ. റെമിഷൻ പോസിബിൾ ആണ്, റിവേഴ്സൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതേമാതിരി റിവേഴ്സൽ ഓഫ് കോംപ്ലിക്കേഷൻ ഇസ് ഓൾസോ നോട്ട് പോസിബിൾ. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? What are the tests for detecting neuropathy? സോ ന്യൂറോപ്പത്തിക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ലോസ് വരുന്നത് സ്മോൾ ഫൈബർ ന്യൂറോപ്പത്തിയാണ്. സോ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. പിന്നെ പെയിൻ, ഒരു ചെറിയ പിൻ വെച്ചിട്ട് കണ്ണ് മൂടിയിട്ട് കാൽമ കുത്തിയിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു നോക്കാം. പിന്നെ ലാർജ് ഫൈബർ വി ടെസ്റ്റഡ് വിത്ത് ദി 128 Hz ട്യൂണിംഗ് ഫോക്ക് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. സോ ലാർജ് ഫൈബറിന് ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്. സ്മോൾ ഫൈബറിന് നമ്മൾ ചെയ്യേണ്ടത് ടെമ്പറേച്ചറും ഇതുമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ന്യൂറോപ്പത്തി ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ദി ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ്. ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസ് എപ്പോൾ കണ്ടുപിടിക്കണോ അപ്പൊ നമ്മൾ ചെയ്യണം. Good evening, sir. ചോദിച്ചോളൂ. ஒரு பேஷண்ட் வந்து ஹீஸ் ஆன் ஓரல் டயபெட்டிக்ஸ் ആണ്. அப்போ அல்சர் വലുതായി വരുന്നുണ്ട്. அப்போ ഇൻസുലിൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇൻസുലിൻ ഈസ് അനബോളിക് ആണ് സർ. അപ്പോൾ അത് வந்து അഡ്വൈസ് there is no study in the world. വേൾഡിൽ മലയാളം അറിയോ നിങ്ങൾക്ക്? അറിയാം. So there is no study in the world which has shown insulin is better than tablet. Because നമുക്ക് ഇപ്പോഴുള്ള ടാബ്ലറ്റ്സ് ഡാപ്പാഗ്ലൈഫ്ലോസിൻ, GLP-1 analogs എന്നൊക്കെ പറഞ്ഞത് ഇറ്റ്സ് ഫാർ സുപ്പീരിയർ ടു ഇൻസുലിൻ. ഇൻസുലിന് ഒരു ബെനിഫിറ്റും ഇല്ല. ഇൻസുലിൻ ഷുഗറെ കുറയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അനബോളിക് ആണെങ്കിലും there is no data to show ഇൻസുലിൻ ബെറ്റർ ആണെന്ന്. സോ ടാബ്ലറ്റ്സിനേക്കാളും ഇൻസുലിനാണ് ബെറ്റർ എന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ഷുഗർ ടാബ്ലറ്റ് കൺട്രോൾ വരില്ല. ഒരു 10 കൊല്ലം ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഈ ബീറ്റ സെൽസ് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഇൻസുലിൻ കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് നമ്മൾ അനബോളിക് ഒക്കെ നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ അനബോളിക് ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചാൽ അത് അനബോളിക് സ്റ്റേറ്റിലാണ്, കാറ്റബോളിക് സ്റ്റേറ്റ് അല്ല. ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിലാണ് കാറ്റബോളിക് സ്റ്റേറ്റ് ആവുക. ആ ഇൻസുലിനിൽ മാത്രമല്ല ടാബ്ലറ്റിലും അനബോളിക് സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ചിലപ്പോ ഈ ഡാപ്പയും ഗോഗ്ലിബോസും ഒക്കെ എടുത്തിട്ടും പേഷ്യൻസിന് മിക്കവാറും അൺകൺട്രോൾഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ്ലി 3-4 months എടുത്തിട്ടില്ല, 1 year എടുത്തിട്ട് പോലും അൺകൺട്രോൾഡ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻസുലിൻ ഇഫക്റ്റീവായി മാറും. സോ ഈ ടാബ്ലറ്റ് വോഗ്ലിബോസും മെറ്റ്ഫോമിനും ലിമിപ്രൈഡും കൊടുത്തിട്ട് ഷുഗർ കൺട്രോൾ, ഗ്ലിപ്റ്റിൻസ്, സിറ്റാഗ്ലിപ്റ്റിൻ കൊടുത്തിട്ടും കണ്ടിന്യൂ ആയി ഷുഗർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ SGLT2 ഇൻഹിബിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ഡാപ്പാഗ്ലൈഫ്ലോസിൻ, എംപാഗ്ലൈഫ്ലോസിൻ എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഈ GLP-1 അനലോഗ്സ് വന്നിട്ടുണ്ട്, റൈബിൾസെസ്, സെമാഗ്ലൂട്ടൈഡിന് കേട്ടിട്ടുണ്ടാവും, ഒസിംപിക്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷേ അബ്രോഡിലുണ്ട്. നമുക്ക് ടാബ്ലറ്റ് ഫോമിലുണ്ട് ഓൾറെഡി, റൈബിൾസെസ്, സെമാഗ്ലൂട്ടൈഡ്. അതൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇൻസുലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല മിക്കവാറും. പക്ഷെ അതിലും കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇൻസുലിൻ എന്തായാലും തുടങ്ങണം. നിങ്ങൾ തുടങ്ങാണ്ടിരിക്കരുത്. Insulin, with all this medication, insulin is also going for the patient. But still, Yeah. the diabetes level will ഈ അമേരിക്കൻ കോൺസെപ്റ്റ് പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ ഇൻസുലിൻ തുടങ്ങുമ്പോൾ ടാബ്ലറ്റൊക്കെ നിർത്തുക. അവർക്ക് ചെയ്യണ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു വരും. അവർക്ക് മനസ്സിലായി
നമ്മൾ ടാബ്ലറ്റ് നിർത്താറില്ല, നമ്മൾ ഇൻസുലിൻ ചേർക്കാറ പതിവ്. സോ ഈ അമേരിക്കൻസ് അതൊരു തെറ്റ് പറ്റിയവർക്ക്, അവർ ടാബ്ലറ്റ്സ് നിർത്തിയിട്ട് ഇൻസുലിനിലേക്ക് മാറി പണ്ട്, ഇപ്പോഴല്ല. സോ ഇപ്പൊ അവർ മാറി. ഇവരുടെ ഗൈഡ് ലൈൻസ് എന്താ പറയുന്നത്, ഇൻസുലിൻ ചേർക്കാം, ആഡ് ഇൻസുലിൻ ടു ദി ടാബ്ലറ്റ്സ് വിച്ച് യു ആർ ടേക്കിംഗ്. ചിലതൊക്കെ ഗ്ലിമിപ്പഡൊക്കെ നിർത്തും, പക്ഷെ മെറ്റ്ഫോമിൻ, SGLT2, ഈ എംപാഗ്ലൈഫ്ലോസിൻ നിർത്താൻ പാടില്ല, ഇൻസുലിൻ ആഡ് ചെയ്യാം. Does that answer your question? Question ആൻസർ ചെയ്യുന്നു, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ ഇൻസുലിൻ ആഡ് ചെയ്യുമ്പോൾ ടാബ്ലറ്റ്സ് നിർത്താൻ പാടില്ല, ഇൻസുലിന്റെ കൂടെ ടാബ്ലറ്റും കൊടുക്കണം. എന്റെ ക്വസ്റ്റ്യൻ ഇതെല്ലാം എടുത്തിട്ടും പലപ്പോഴും പല പേഷ്യൻസിനും അൺകൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഡയറ്ററി ഹാബിറ്റ്സ് ഓൾമോസ്റ്റ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും എപ്പോഴും ഈ ഒരു അൺകൺട്രോൾഡ് ലെവലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഡയബറ്റീസിനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതെ, ഈ ബീറ്റ സെൽസ് പോയി എന്നർത്ഥം. ബീറ്റ സെൽസ് ശരിയായിട്ടുണ്ടെങ്കിലാണ് ടാബ്ലറ്റ് വർക്ക് ചെയ്യുക. ഈ ബീറ്റ സെൽസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ ചേർക്കേണ്ടി വരും, ചേർത്തേ പറ്റുള്ളൂ. സോ ഇൻസുലിൻ ആ സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൺട്രോൾ കിട്ടില്ല. അവരുടെ എക്സ്പെൻസ് എപ്പോഴും 8-9 നിൽക്കും, അവർക്ക് 6.5 7 വരില്ല. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക്, 80 വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് 7.5 8 മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ യങ്സ്റ്റേഴ്സിന് 8 7.5 ഒക്കെ കൂടുതലാണ്. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഈ സാറ് പറഞ്ഞു ഇപ്പം പ്രീ ഡയബറ്റിക്കിന് തൊട്ടേ നമ്മൾ സ്ക്രീൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ഫുഡ് എല്ലാവർക്കും അഡ്വൈസ് ചെയ്യണോ? വെൻ ദേ സ്റ്റാർട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ആ സമയം തന്നെ ഡയബറ്റിക് ഫുഡ്, ചപ്പൽസ് ഉപയോഗിക്കണം, ഈ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണോ എല്ലാ ഡയബറ്റിക് പേഷ്യന്റിനും? എല്ലാവർക്കും, വെദർ ദി പ്രീ ഡയബറ്റിക് ഓർ ഡയബറ്റിക്, അവർക്ക് ന്യൂറോപ്പത്തി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ബിക്കോസ് 19.7% ആൾക്കാർക്ക് ന്യൂറോപ്പത്തി ഉണ്ട്, റെറ്റിനോപ്പത്തി ഉണ്ടാവാം. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കണം, ലിമിറ്റഡ് ജോയിന്റ് മൊബിലിറ്റി ഉണ്ടാവാം, ന്യൂറോപ്പത്തി ഉണ്ടാവാം, റെറ്റിനോപ്പത്തി ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മൾ കെയർ കൊടുത്താൽ ബെറ്ററാണ്. പെട്ടെന്ന് 10 കൊല്ലം ഡയബറ്റീസ് കഴിഞ്ഞിട്ട് ചെരുപ്പിടും എന്ന് പറഞ്ഞാൽ അയാൾ ഇടില്ല. അയാൾക്ക് ആദ്യം തൊട്ട് തന്നെ ഡയബറ്റിക് ആണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കണം മാതിരി അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, എല്ലാ മെത്തേഡ്സും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വി വിൽ മിസ് ദ ബസ്. അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നമുക്കിപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആവുകയാണ്, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് പോവുകയാണെങ്കിൽ ഈ ന്യൂറോപ്പതി ബെറ്റർ ആകുമോ? അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? സോ ഇത് കാണിച്ചിട്ടില്ല ഇതുവരെ, ആരും വേൾഡിൽ കാണിച്ചിട്ടില്ല ന്യൂറോപ്പത്തി റിവേഴ്സ് ചെയ്യാൻ. പ്രോഗ്രഷൻ അവോയ്ഡ് ചെയ്യാമെന്നും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. റിവേഴ്സിബിലിറ്റി ന്യൂറോപ്പത്തിയിൽ ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചാൽ പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ ഓർ ഡയബറ്റീസ് കണ്ടുപിടിച്ച സ്റ്റേജിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചാൽ ന്യൂറോപ്പത്തി വരാണ്ടിരിക്കാം, ഓർ ന്യൂറോപ്പത്തി വന്നിട്ടുള്ള ഒരാൾക്ക് ന്യൂറോപ്പത്തി കൂടുതലാവാണ്ടിരിക്കാം. പക്ഷേ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് റിപ്ലൈ ഇല്ല, അതിന് അറിയില്ല. എന്തായാലും ഷുഗർ കൺട്രോൾ ആക്കാം, ഇപ്പൊ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ടിരിക്കും. ആൻഡ് ഈ പ്രോഗ്രഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. Was there any question in the chat box? So one more question, and these chappals are very costly, found to be very costly. So there is any alternative? All people can't afford these chappals. So there is any alternative? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഫുട്ടിൽ ഇൻഫെക്ഷൻ വരുന്നതാണ്. You have to spend 1.5 lakhs, 2 lakhs ഹോസ്പിറ്റൽ അഡ്മിഷൻ ചെയ്യണം. ഹോസ്പിറ്റലിൽ ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡ് ഇരിക്കണം, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ഇരിക്കണം, മക്കളിരിക്കണം, ജോലി പോവും. ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. സോ ഈ ഫുട്വെയർ 1500 1800 1900 2000 എന്ന് ഇരിക്കട്ടെ, ഏതാണ് ബെറ്റർ? 2000 rupees നമ്മൾ ഫുട്വെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണോ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ 1.5 lakhs കൊടുത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കൂടെ ജോലിയും പോവും?
ജോലിക്ക് പോകാൻ പറ്റില്ല. അൾസർ ഉണ്ടെങ്കിൽ നടക്കാൻ പാടില്ല എന്ന് പറയും ഡോക്ടർ, സർജൻ. സോ നടക്കാണ്ടിരിക്കണം. അയാൾക്ക് ചോറ് കൊണ്ടിരണം, ഫുഡ് കൊണ്ടിരണം. ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡ്, ഹസ്ബൻഡാണെങ്കിൽ വൈഫ്, കുട്ടികള്, അവരൊക്കെ നമ്മുടെ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം. സോ അതുകൊണ്ട് ഈ ചെരുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് ഫുള്ളി പ്രിവെന്റീവ് കെയർ. നമ്മൾ ചില പേഷ്യൻസിനോട് കണ്ണ് നോക്കാൻ പറയുമ്പോൾ, കിഡ്നി നോക്കാൻ പറയുമ്പോൾ വേണ്ടാന്ന് പറയും. ഞാൻ കണ്ണട നോക്കിയത് കഴിഞ്ഞ ആഴ്ച എന്ന് പറയും. കണ്ണട അല്ല നമ്മൾ പറയണേ, നമ്മൾ റെറ്റിനോപ്പത്തി പറയണേ. സോ യു ഹാവ് ടു പ്രിവെന്റ് എ ഡിസീസ്. പ്രിവെൻഷൻ ചീപ്പറാണ്. പ്രിവെൻഷൻ ചീപ്പർ ദാൻ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്. അത് മനസ്സിലാക്കണം നമ്മൾ. സോ നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ട് 10,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ, അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ കൊണ്ടു, അത് കിഡ്നി കിട്ടില്ല, ഹാർട്ട് കിട്ടില്ല, അത് മച്ച് മോർ കോസ്റ്റ്ലി, 15 ലക്ഷം 20 ലക്ഷം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഫുട്വെയർ കിട്ടും, 100 രൂപയ്ക്ക് ഹവായി ചപ്പൽ കിട്ടും. പക്ഷെ ഹവായി ചപ്പൽ കൊണ്ട് യു ഗെറ്റ് മോർ ഹാം. യു ഗെറ്റ് മോർ ഹാം ദാൻ ബെനിഫിറ്റ്. ഹവായി ചപ്പല് വെറുതെ ബാത്റൂമിലേക്ക് ഇടാം, ഒരു 5 മിനിറ്റ് ബാത്റൂമിലേക്ക് ഇടാന്നല്ലാണ്ട് ഹവായി ചപ്പൽ ഇട്ടിട്ട് ഓഫീസിലേക്ക് എങ്ങനെ നടക്കാം? അപ്പോ യു നീഡ് എ ഗുഡ് ഫുട്വെയർ. അതുകൊണ്ട് നമ്മൾ ഫുട്വെയർ 1900 1800 അത് ആമസോണിൽ അവൈലബിൾ. മനസ്സിലായോ? അവയിലുള്ള ആ ബ്രാൻഡിന്റെ പേരൊന്ന് പറയുമോ? കുഡ് യു പ്ലീസ് ഷെയർ ദ നെയിം ബ്രാൻഡ്? നമ്മൾ പറയണത് DDF ആണ്. അത് ഡോക്ടർ സ്റ്റീഫോട് ചോദിച്ച് എന്നോട് ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ആമസോണിൽ എവിടെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആമസോണിൽ വിൽക്കുന്നുണ്ട് ഈ ഡിസൈനർ ഫുട്വെയർ, ഡിസൈനർ ഡയബറ്റിക് ഫുട്വെയർ എന്ന് പറയും. അത് ആമസോണിൽ വിൽക്കുന്നുണ്ട്. അത് എൻ്റെ ഇമെയിലിൽ പറഞ്ഞുതരാം. ഐ ഡോണ്ട് നോ ദി എക്സാക്ട്, ഐ കാൻ റിമെമ്പർ ദി ആമസോണിൽ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഇമെയിൽ. താങ്ക് യു. What is the next question in the chat box? Sir, it was mentioned fingers are not removed for diabetic neuropathy. What are the alternate solutions done for detected neuropathy? Fingers are not removed. What did you say? Actually, sir, or you have shown one slide and said that fingers are not removed. But they are asking what are the alternate solution for detecting neuropathy? So I'll give you this example. ഈ ഓസ്റ്റിയോമൈലൈറ്റിസിനെ പറ്റി നമ്മൾ കുറച്ച് സംസാരിച്ചു. ഈ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടെങ്കിൽ ബോൺ ഇൻഫെക്ഷൻ വരുന്നെന്ന് പറഞ്ഞില്ലേ? ഈ ബോൺ ഇൻഫെക്ഷനിൽ നമ്മൾ വിരൽ കട്ട് ചെയ്ത് കളയില്ല. വി റിമൂവ് ദി ഡെഡ് ബോൺ. ഈ എഫക്റ്റഡ് ബോൺ റിമൂവ് ചെയ്താൽ ശരിയാവും. പക്ഷെ ചിലവരെന്ത് ചോദിച്ചാൽ വിരൽ മുറിക്കും. വിരൽ മുറിക്കാൻ പാടില്ല. വിരൽ മുറിക്കാണ്ട് ആ എഫക്റ്റഡ് ബോൺ മാത്രം റിമൂവ് ചെയ്യണ പ്രൊസീജിയറാണ് സെക്കോസ്റ്റക്ടമി ആണ്. സോ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടെങ്കിൽ ദി എൻറ്റയർ ടോസ് ഗാംഗ്രീൻ എന്നുള്ള ടോ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സ്റേയിൽ ബോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ഓർ ഇഫ് ദർ ഇസ് സോസേജ് സൈൻ, ഞാൻ പറഞ്ഞില്ലേ, സോസേജ് സൈൻ ഉണ്ടെങ്കിൽ ആ എല്ല് മാത്രം റിമൂവ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് യു ഹാവ് ടു റിമെമ്പർ. What is the next question? FBS and PBBS is controlled, but HbA1c variation always above 9. Should go for insulin. See, fasting PP check ചെയ്താൽ മതി. പക്ഷെ remember, you eat at lunch, you eat dinner. So അപ്പോഴും ചെക്ക് ചെയ്യണം. ആൻഡ് ഇപ്പൊ ഈ AGP എന്ന് പറഞ്ഞൊരു സംഗതി വന്നിട്ടുണ്ട്, ഒട്ടിട്ട് പാച്ച്. അത് ഫോണിന്റെ കണക്റ്റഡ് ആണ്. യു ക്യാൻ, ഇറ്റ്സ് കോൾഡ് ഫ്രീ സെൽ ലിബ്രെ. അതിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഷുഗർ കൂടുതൽ കാണും. സോ HbA1c കൂടുതലാണെങ്കിൽ യു ഹാവ് ടു സസ്പെക്ട് സംവെയർ ദി കാൻ ബി HbA1c തെറ്റായിരിക്കും. ഒന്ന്, HbA1c കറക്റ്റ് ആണെങ്കിൽ അത് ശരിക്ക് ആ EGP-യിൽ എവിടെ കൂടുന്നെന്ന് വേണം. ഈ മോണിയർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഫ്രാൻസിൽ. അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 8.3 വരെ, 8.3 HbA1c പെർസെൻറ്റേജ് വരെ
it's the postprandial contribution is more. Fasting is more than 8.3 HbA1c, fasting is contributing more. So, AGP വെച്ചിട്ട് എവിടെയാണ് കൂടുതലെന്ന് നോക്കണം. കാലത്താണോ, ഉച്ചക്കാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ. ഫാസ്റ്റിംഗ് PP മാത്രം പോരാ. നിറയെ പേര് ഫാസ്റ്റിംഗ് PPയും HbA1c ഓർഡർ ചെയ്യും. ആ കാലം പോയി. ഇപ്പൊ AGPയുടെ കാലമാണ്. പാച്ച് വെച്ചിട്ട് ബ്ലഡ് ഷുഗർ നോക്കേണ്ട ആവശ്യം. AGP പാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. സോ AGP പാച്ച് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ തുടങ്ങും. അബോട്ട് ഫ്രീ സ്റ്റൈൽ ലിബ്രെ എന്ന് പറയും. അബോട്ട് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. യു ഷുഡ് ഡു ഇറ്റ് ഫോർ എവറിബഡി. അതിൽ ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് TIR, ടൈം ആൻഡ് റേഞ്ച്. അത് ഇനിയൊരു 5 കൊല്ലത്തിൽ HbA1c പോവും. എല്ലാവരും TIR ആയിരിക്കും സംസാരിക്കുന്നത്. TIR ഇസ് ടൈം ആൻഡ് റേഞ്ച്. അത് 70% വേണം. ദാറ്റ് മീൻസ് 70% ഓഫ് ദ ടൈം നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആണെന്ന് അർത്ഥം. അത് ഈ ബ്ലഡ് നോക്കാണ്ട് ഒരു പാച്ചില് നിങ്ങളുടെ ഫോണിൽ ഷുഗർ നോക്കാം. സോ ആ ഫോൺ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഡിസ്പ്ലേ വരും, എത്ര ഷുഗർ ലെവൽ ആ സമയത്ത് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ഫ്രീ സ്റ്റൈൽ ലിബ്രെ. അത് ഡോക്ടറിന്റെ വെബ്സൈറ്റിലേക്ക് കണക്റ്റഡ് ആണ്. അതിപ്പോ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഫോണിൽ കണക്ട് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ കണക്ട് ചെയ്യാം. സോ നിറയെ ഡെവലപ്മെന്റ്സ് ഉണ്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട്. സോ ഫ്രീ സ്റ്റൈൽ ലിബ്രെ പ്രോ എന്ന് പറയും, ലിബ്രെ എന്ന് പറയും. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? What about diabetic neuropathy in type 1 diabetes patients? Long-term diabetes will cause diabetic food. Long-standing? Diabetes will, type 1 diabetes, will they be affected in diabetes food conditions? Varan sadhyatha undo sir. So, ഈ type 1 diabetes എന്ന് പറയുന്നത് it's a very bad diabetes. Blood sugar യൂസ്ഡ് കൂടുതലാണ്. പക്ഷെ somehow ഈ ചെറിയ കുട്ടികൾക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. അവർക്ക് 15-17 വയസ്സാകുമ്പോഴാണ് അവരുടെ കിഡ്നി എഫക്റ്റ് ആവുന്നത്, കണ്ണ് എഫക്റ്റഡ് ആവുന്നത്, കാല എഫക്റ്റ്. അവർക്ക് ഒരു 10 കൊല്ലം ഡയബറ്റീസ് കഴിഞ്ഞിട്ട്. സോ ടൈപ്പ് 1 ഡയബറ്റീസ് ഈ ബേസൽ ബോളസിൽ മാത്രമേ കൺട്രോൾ ആവുള്ളൂ. ഈ പ്രീമിക്സ്ഡ് കൊടുത്താൽ, പ്രീമിക്സ്ഡ് ഇൻസുലിൻ 2 നേരം കൊടുത്താൽ മിക്കവാറും കൺട്രോൾ ആവില്ല. പക്ഷെ ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? സോ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻസുലിൻ എങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ അവർ HbA1c 7.5 to 8 മെയിൻറ്റെയിൻ ചെയ്യണം. 8ന്റെ മേലെ പോകാൻ പാടില്ല. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ന്യൂറോപ്പത്തി, റെറ്റിനോപ്പത്തി, നെഫ്രോപ്പത്തി അവോയ്ഡ് ചെയ്യാം. How often? What is the next question? Second question? Questions is അത്രേ ഉള്ളൂ സർ. ചാറ്റ് ബോക്സിൽ questions ഇല്ല. Anybody else? I think we are nearing the time. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചിലർ ജോയിൻ ചെയ്യുന്നു. You can ask questions if you want. My hospital staff. Already answer will be in Malayalam. Sir, keto diet എന്ന് ഒരു ഭയങ്കര പ്രോപ്പഗാൻഡ ഉണ്ടല്ലോ സർ. കീറ്റോ ഡയറ്റ് അതിനെ കുറിച്ച് ഒരു സജഷൻ. So keto diet from the ചെറിയ വയസ്സ് തൊട്ട്, മലയാളം അറിയോ? മലയാളത്തിൽ പറയട്ടെ അതോ തമിഴ് പറയണോ? മലയാളം. ചെറിയ വയസ്സ് തൊട്ട് നമ്മള് കാർബോഹൈഡ്രേറ്റ് കഴിച്ച് നമ്മൾ യൂസ്ഡ് ആയി പോയി. ചോറ്, ചപ്പാത്തി, ദോശ, ഇഡ്ലി, അങ്ങനത്തെ ഒരാളോട് പോയിട്ട് കീറ്റോ ഡയറ്റ് കഴിക്കൂ, ഞാൻ അയച്ചു തരാം ചിക്കൻ, മട്ടൻ, ഓർ വെജിറ്റേറിയൻ പന്നീർ അയച്ചു തരാം പറയുകയാണെങ്കിൽ അയാൾ ചെയ്യും, ഒരു മാസത്തേക്ക് ചെയ്യും. സോ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മാസത്തിന് മേലെ ആരെക്കൊണ്ടും പറ്റില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. ആൻഡ് എൻ്റെ അച്ഛൻ പ്രൊഫസർ വിശ്വനാഥൻ, യു ആർ ടോക്കിംഗ് അബൌട്ട് ഹിം 100th year. വാട്ട് ഹി സെഡ് വാസ്, ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ബി ഈറ്റിംഗ് വാട്ട് അതേഴ്സ് ഡോണ്ട് ഈറ്റ്.
നമ്മൾ എല്ലാവരും കഴിക്കുന്നത് നിങ്ങൾ കഴിക്കും. നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിച്ചൺ തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾ മേടിക്കാൻ പറ്റില്ല. ഫുഡ് 4,000 rupees 5,000 rupees ചാർജ് ചെയ്യും ഫുഡിന്. സോ അതുകൊണ്ട് യു ഈറ്റ് വാട്ട് ദി അതേഴ്സ് ഇൻ ദി ഫാമിലി ആർ ഈറ്റിംഗ്. നിങ്ങൾ ഫാമിലിയിൽ മറ്റൊരെന്ത് കഴിക്കണോ കഴിച്ചോളൂ. ചോറ് കഴിച്ചോളൂ, ചപ്പാത്തി കഴിച്ചോളൂ, റൈസ് കഴിച്ചോളൂ. സോ മൈ ഫാദർ ബിലീവ്ഡ് ഇൻ what is called high carbohydrate, high fiber diet. 1940s, 1950s, he was talking about high carbohydrate, high fiber diet. Fiber കൂട്ടിക്കോളൂ, കാർബോഹൈഡ്രേറ്റ് കൂട്ടിക്കോളൂ. കീറ്റോ ഡയറ്റ് നല്ലതാണ്. പീപ്പിൾ ഹു ആർ ഒബേസ്, നോട്ട് ഡയബറ്റിക്സ്, നോട്ട് ടേക്കിംഗ് ടാബ്ലറ്റ്, കീറ്റോ ഡയറ്റ് നല്ലതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്. പക്ഷെ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് കീറ്റോ ഡയറ്റും പറ്റില്ല. പറ്റും, ഒരു മാസത്തേക്ക് പറ്റും. ഒരു മാസം ഇങ്ങനെ അയാൾ വെറുത്ത് അയാൾ വലിച്ചെറിയും അത്. യു ട്രൈ കീറ്റോ ഡയറ്റ് 6 മാസത്തേക്ക്, യു വിൽ ത്രോ ഇറ്റ് ഓഫ്. ആൻഡ് ഈ കീറ്റോ ഡയറ്റ് കഴിച്ച ആൾക്കാരൊക്കെ തിരിച്ച് റൈസ് കഴിച്ചു തുടങ്ങുമ്പോൾ വെയിറ്റ് കൂടും, ഷുഗർ കൂടും. സോ അതുകൊണ്ട് യു ഡോണ്ട് പ്ലേ വിത്ത് യുവർ ബോഡി, യുവർ ബ്രെയിൻ, യുവർ ഹാർട്ട്, യുവർ മസിൽസ്, യുവർ ഫാറ്റ് സെൽസ് ആർ യൂസ് ടു കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് ഒരു ദിവസം പറഞ്ഞ എങ്ങനെയാ? സോ അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്യണ്ട. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയബറ്റിക് ആണെങ്കിൽ ട്രൈ ചെയ്യണ്ട. ഓക്കെ, നന്നായിരിക്കും, ഗുഡ്, ബട്ട് നോട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡയബറ്റീസ്. സോ what about exercise? Severe intensive exercises ഒക്കെ ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത ആൾക്കാരോട്. സോ യു സി എക്സസൈസ്, ഈ വെയിറ്റ് റിഡക്ഷൻ നമ്മൾ 30%, 40% കുറയ്ക്കാൻ പറഞ്ഞ ആൾക്കാർ കുറയ്ക്കാൻ പോണില്ല. You tell them to reduce 7. I'm going out of foot, Sripriya. So 7% ആണ് കുറയ്ക്കേണ്ടത് വെയിറ്റ്. 7% or 10%. അതിന് 30 മിനിറ്റ് ഇൻറ്റു 5, 150 മിനിറ്റ്സ് വാക്കിംഗ് ചെയ്താൽ മതി പെർ വീക്ക്. ഒരാഴ്ചയിൽ 150 മിനിറ്റ് നടന്നാൽ മതി. അതിനേക്കാളും അധികം നടക്കണമെന്നില്ല. ഈ പീഡോമീറ്റർ വെച്ച് ഇത്ര സ്റ്റെപ്സ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. 30 മിനിറ്റ് നടക്കാം. 30 മിനിറ്റ് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ദൻ ഇനഫ്. ആൻഡ് 7% ഒരു 130 കിലോ ഉള്ള ഒരാളെ നിങ്ങൾ 60 കിലോ കൊണ്ടുവരുന്നു പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ 130 കിലോ ഉള്ള ഒരാളെ ഒരു 120 കൊണ്ടുവന്നാൽ വലിയ കാര്യം. ഒരു 10 കിലോ കുറച്ചാൽ തന്നെ വലിയ കാര്യം. അപ്രീഷിയേറ്റ്. യു ഡോണ്ട് ആസ്ക് എ 130 kg man to come down to 65. അയാൾ കൊണ്ടിരില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ബേരിയാട്രിക് സർജറി ചെയ്യണം. പിന്നെ ബേരിയാട്രിക് സർജറിക്ക് നമുക്ക് കുറച്ചുകൂടി ഡേറ്റ വേണം. സോ ലോങ് ടേം എഫക്ട്സ് നോക്കാൻ. സോ അതുകൊണ്ട് ഡോണ്ട് ആസ്ക് മോർ ദൻ 10% വെയിറ്റ് ലോസ്. 10% മതി. ഫ്രം ഫുഡ് ഐ ഗോട്ട് ടു വെയിറ്റ്. ബട്ട് എനിവേ ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ഫുഡ്. ഡയബറ്റീസ് കുറയ്ക്കുകയാണെങ്കിൽ if you are able to reduce the HbA1c by reducing the weight by 10%, ന്യൂറോപ്പത്തി, റെറ്റിനോപ്പത്തി ഒക്കെ കുറയും. നമ്മുടെ കാലിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല. சார் ஒரு புரோபகண்டா சார், இந்த கொய்யால, இந்த ஆவாரம்பூ இங்கனெல்லாம் குறை ஆൾക്കാർ brain wash செய்வ சார். ஒரு ஒப்பீனியன் பரதா வெளிய போறா. See, what I tell people is, നിങ്ങൾക്ക് കഴിച്ചോളൂ. You eat whatever you want, but you follow my advice. പിന്നെ ആവാരമ്പൂ நீங்க சாப்பிடலாம். நீங்க சாப்பிடக்கூடாது. ഇതാണ് അവർ പറയുന്നത്. ഇല്ല, അത് കഴിച്ചോളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ്, യു ടേക്ക് ഇറ്റ്. കാശ് കൊടുത്ത് മേടിച്ച് കഴിച്ചോളൂ. ബട്ട് ഡോണ്ട് മിസ് മൈ മെഡിസിൻസ്. അത് കഴിക്കേണ്ടത് ആര് പറഞ്ഞു? കഴിച്ചോളൂ. ബട്ട് ഡോണ്ട് ഡു ഇറ്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് മൈ മെഡിസിൻ. സോ ആവാരം പൂ കഴിച്ചോളൂ, ഇത് കഴിച്ചോളൂ, അത് കഴിച്ചോളൂ. ഇൻസുലിൻ പ്ലാന്റ്, ഉലുവ ഓർ ഇൻസുലിൻ പ്ലാന്റ് എന്നിട്ട് ആരോ കുറ്റം പറഞ്ഞു പണ്ട്. അയാളിപ്പോ എവിടെയാണോ? ഇൻസുലിൻ പ്ലാന്റ്. സോ ഇൻസുലിൻ പ്ലാന്റ് അയാളെ കയ്യിൽ കിട്ടിയ ചതക്കാലിന് ദേഷ്യം എനിക്ക്.
So insulin plant lo irutte. So adu കഴിച്ചോളൂ. ആരെ പറഞ്ഞ് കഴിക്കണ്ടാണ്? ഇൻസുലിൻ പ്ലാന്റ് കഴിച്ചോളൂ, ഉലുവ കഴിച്ചോളൂ, or ഇത് കഴിച്ചോളൂ. പക്ഷേ as long as you're healthy, as long as you are having your expensive well within control, we don't mind. You take uliva or manjapudi or whatever you want, but keep your expenses under control. Sripriya, any more questions? ഫാമിലി ഹിസ്റ്ററിയും ഡയബറ്റീസും ഡയബറ്റിക് ഫുഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട്? See, the family history is more important for diabetes. Family history is more important for heart disease. Heart disease ഫാമിലിയിൽ நிறைய പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 40 വയസ്സിൽ 45 വയസ്സിൽ യു ആർ അറ്റ് റിസ്ക്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഇസ് ഹെറിഡിറ്ററി. സോ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിസ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ your chances are more. You have to be more careful. So diabetic foot ആയിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. ഡയബറ്റീസ് ആയിട്ടുണ്ട്, ഹാർട്ട് ആയിട്ടുണ്ട്, ക്യാൻസർ ആയിട്ടുണ്ട്. സോ നോട്ട് വിത്ത് ഡയബറ്റിക് ഫുഡ്. അച്ഛനമ്മയ്ക്കും ഡയബറ്റിക് ഫുഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ടെന്താ ഡയബറ്റീസ് ഉണ്ട്. സോ ഡയബറ്റീസ് ഫുഡിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ഫാമിലി ഹിസ്റ്ററി പറയാറില്ല. ഫാമിലി ഹിസ്റ്ററി ഈസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയബറ്റീസ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് or whatever, hypertension. അച്ഛനമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഹൈപ്പർ ടെൻഷൻ വരാം. So good. Thank you, Dr. Sripriya and Ms. Jyoti for inviting me. And ഞാൻ മലയാളത്തിൽ സംസാരിക്കാറില്ല. I mean, at home I used to talk. പക്ഷെ ഹോസ്പിറ്റലിൽ കയറി തമിഴാണ്, ഇംഗ്ലീഷാണ്, തമിഴാണ്, ഹിന്ദിയാണ്, തെലുഗുവാണ്. സോ മലയാളത്തിൽ അധികം പേരില്ല. സോ ഞാൻ ഇന്ന് മലയാളത്തിൽ കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് പ്രാക്ടീസ് ഇല്ല. നോട്ട് ബിക്കോസ് ഓഫ് പ്രാക്ടീസ്, ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. സോ താങ്ക് യു വെരി മച്ച്. Sir, last question. Some youngsters, they are requesting, can I take a small alcohol in between the medicine? What should? Yeah, alcohol is allowed. Good question. Alcohol is allowed, but don't take alcohol and go to bed without taking food. So you take alcohol, take food, and then take tablets. Alcohol sapla. You take 1 peg, 2 pegs every day, no problem. Whiskey or brandy, so don't take it without food. Hypoglycemia. So you take alcohol and don't skip. There are many people who skip their medicines because they're taking alcohol. That's part of it. So alcohol eduthodu, food eduthodu, tablet eduthodu. Andu matram tablet after food aikotte. No problem. So youngsters alla villorana adin alcohol kudikkire. So you take it. You take it. Youngsters know how to control it. So വലിയ ആൾക്കാർക്ക് കൺട്രോൾ അധികമില്ല. ആൽക്കഹോൾ കഴിച്ചോളൂ. സ്മോക്കിംഗ് മാത്രം not allowed. Smoking is not allowed. So alcohol is allowed. Smoking causes cancer, you must have seen in movies, but smoking kills the പറയും. അതൊക്കെ സിനിമയില്, സിനിമ തിയേറ്ററില്. So smoking produces diabetic neuropathy വരും. Nerves affected ആവും, kidney affected ആവും. All the diabetic complications, blood vessels are affected in smoking. So don't smoke, you drink, you don't take snacks along with alcohol. You take snacks, കുടിപ്പും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ കുടിപ്പും. അതുകൊണ്ട് ആൽക്കഹോൾ മാത്രം കഴിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇരിക്കുക. Any more questions? Thank you, sir. Thank you. Nice explanation. And also acceptance, sir. Yeah, if you enjoy the alcohol, take it. No, take it. Why should I say no alcohol?
You take it every day if you want, 1 or 2 pigs every day, but don't skip your tablet. ഞാൻ പറയണല്ല, American Diabetic Association, Indian Association is allowing alcohol. So why should I prevent it from people taking alcohol? Thank you, Dr. Ms. Jyoti and Dr. Sripriya Shaji for calling me. And you can call me anytime. I will come and talk. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ ആൽക്കഹോൾ അല്ല, ഐ മീൻ we will answer those questions nicely. ഇങ്ങനത്തെ ആരെങ്കിലും ഒക്കെ തെറ്റായിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ ദിവസവും ആൽക്കഹോൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ, കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ല, ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ, ഒബേസിറ്റി ഉണ്ടെങ്കിൽ, ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, ബട്ട് യു ഡോണ്ട് ടേക്ക് ആൽക്കഹോൾ. യു ഹാവ് ടു ബി ഹെൽത്തി. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ആൽക്കഹോള് കഴിക്കണവർ ട്രൈഗ്ലിസറൈഡ് നോക്കണം, ലിവർ നോർമലാണോ നോക്കണം, ഫാറ്റി ലിവർ ഉണ്ടാവാൻ പാടില്ല, NAFLD അത് ഉണ്ടാവാൻ പാടില്ല, ഒബേസിറ്റി ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ കുടിച്ചാൽ, ഡെയിലി കുടിച്ചാൽ അവര് തടിച്ചു പോകും, അവരെ വയറ് ചാടും, കുടവയറ് വരും, ഷുഗർ കൂടും. അതുകൊണ്ട് ആൽക്കഹോള് ഒരു ലിമിറ്റോടെ കഴിക്കാനല്ല. I correct myself. വേണ്ടാന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാണോ? വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലിമിറ്റായിട്ട് കഴിക്കണവർ കഴിച്ചോട്ടെ. ഈ ട്രൈഗ്ലിസൈഡ് ഇല്ലാത്തവരും ഈ ഫാറ്റി ലിവർ ഇല്ലാത്തവരും കഴിച്ചോട്ടെ. കുറച്ചെന്ന് പറഞ്ഞാൽ അവർ ഡബിൾ ട്രിപ്പിൾ ആക്കും സാർ, അതാ പ്രോബ്ലം. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ടീ ടോട്ടലറാണ്. ഞാൻ ബിയർ കുടിച്ചാൽ തന്നെ എനിക്ക് തല ചുറ്റും. Okay, sir. Thank you, Dr. Sripriya. You call me anytime. I'll come. Thank you so much, sir. കൂടി ഉണ്ട് സർ. വോട്ട് ഓഫ് താങ്ക്സ്. ഏതാ? ചെറിയ വോട്ട് ഓഫ് താങ്ക്സ് ഇവിടെ പറഞ്ഞോളൂ. ചിലപ്പോ നമ്മളൊരു ഹാഫ് ആൻ അവർ സെഷൻ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയാ, ഒരുപാട് സമയം, അതിനേക്കാളും ഒരുപാട് സമയം നമ്മുടെ കൂടെ ഇന്ന് ആയിരിക്കാനായിട്ട് സാധിച്ചു. ചെറിയ പറഞ്ഞ പോലെ മലയാളം എത്രമാത്രം ഫ്ലുവൻ്റ് ആവും എന്നുള്ളത് ആദ്യം എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈവൻ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ക്ലിയർ ഫോർ എവറി വൺ. പറഞ്ഞ പോലെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് പോവാം. അപ്പം സാറ് ഞങ്ങളുടെ ഈ ഒരു സെഷന്റെ വെബിനാർത്തോൺ സീരീസിന്റെ ലാസ്റ്റ് സെഷൻ ആണെന്ന്. അപ്പൊ സാറ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് സാറിന്റെ ഈ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറത്തിന്റെ പേരിലും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഡയറ്റീഷ്യൻസിന് വേണ്ടിയിട്ടും അതുപോലെ ജനറൽ പീപ്പിളിന് വേണ്ടിയിട്ടും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. So you should continue the good work. Community Nutrition Forum should continue this venture. Professor Viswanathan വേണ്ടിയിട്ടല്ല, for the community in Kerala, you should continue. So that is my request. കേരളത്തിന് വേണ്ടി ചെയ്യണം. സാർ, കപ്പക്കിഴങ്ങിനെ കുറിച്ച് ഒരു കമന്റ് സാർ. കപ്പക്കിഴങ്ങ് സാപ്പിടலாமா? அது மோஸ்ட் இன்ட்ரெஸ்டட் ஃபுட் சார். அதுல ஸ்டார்ச் இருக்குது, ஸ்டார்ச். So it's like you can take kappakiழங்கு, but you should not take rice and with the kappakiழங்கு. Kappakiழங்கு, you take it once a week, no problem, but cut down on carbohydrates like chapati or rice. Rice എടുത്തിട്ട് കപ്പക്കിഴങ്ങ് കഴിച്ചാൽ അധികം ഷുഗർ. ஸோ கப்பக்கிழங்கு சாப்பிடக்கூடாதுன்னு இல்லை, கம்மியாக சாப்பிட்டுட்டு ரைஸ் கம்மியாக சாப்பிட்டு. I'm more comfortable in Tamil. So Tamil பேசினா I will answer your question better. I am in the border, sir, very near to Kumuli. That's why. Actually, it's a nice opportunity. I'm hearing സാറുടെ മലയാളം കേട്ടിട്ടില്ല, എന്റെ മലയാളവും സാർ കേട്ടിട്ടില്ല. അപ്പൊ it's a nice opportunity. We can hear both of us in Malayalam. Sir, I am classmate of Dr. Murali Tindikkal. Oh, okay. நான் முரளிகிட்ட சொல்றேன். நான் முரளிகிட்ட இன்னைக்கு நைட்டு சொல்றேன்.
இல்ல He is உங்களை my classmate. உங்களை சந்திச்சது நான் சொல்றேன் அவர்கிட்ட. Thank you, sir. Thank you. நான் இன்னைக்கு காலையில அவர்கிட்ட பேசினேன். He is my secretary. I am the chairman of RSG Tamil Nadu chapter now. He is my secretary. Chakkarai Muralidharan. Yes, sir. My classmate from 1977. Vijay Diabetic Center. Yes, my classmate. நான் 6.5 சொல்றேன். years at Madurai. நான் சொல்றேன். Thank அவர்கிட்ட you, sir. சொல்லு. Thank you, sir. Okay, thank you. Thank you Thank for you. joining. Very nice class, sir. Thank you very much. Yeah, thank you. Thank you, everyone. That's all. Okay. Thank you.